ഈ വേട്ടയാടൽ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത്? ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഏതോ കാലത്ത് ഉള്ള സംഭവങ്ങളുടെ പേരിൽ ആ കാലത്ത് മന്ത്രിയല്ലാത്ത എന്നെ ആക്രമിക്കുന്നു. ആറന്മുള നിയോജക മണ്ഡലത്തിൽ വീണ ജോർജ് 3ാം തവണ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. മന്ത്രി വീണ ജോർജ് 24-നൊപ്പം ചേരുകയാണ്. മിസ്റ്റർ വീണ ജോർജ് എന്ന് പറയുന്ന പേര് ആറന്മുളയിലെ വോട്ടർമാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല. 3ാം തവണ മത്സരരംഗത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ മണ്ഡലത്തിൻ്റെ പൾസ് അറിയാവുന്ന ഒരാളാണ്. എന്താണ് പ്രതീക്ഷ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച വിജയം ഉണ്ടാകും എന്നുള്ളത്. കാരണം 10 വർഷം മുമ്പുള്ള ആറന്മുളയല്ല ഇപ്പോഴത്തെ ആറന്മുള. 10 വർഷം മുൻപ് ഇവിടുന്ന് സർക്കാർ ഓഫീസുകൾ മറ്റിടങ്ങളിലേക്ക് പോകുന്നു. ഒരു റോഡ് പോലും PMNBC ടാറിങ് ചെയ്തിരുന്നില്ല. ഇവിടെ പനിക്ക് മരുന്നിരുന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ മുക്കിനും മൂലയിലും വികസനം എത്തിക്കുന്നതിന് സാധിച്ചൊരു കാലഘട്ടമാണ് അത്. ഈ തൊട്ട് മുന്നിൽ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ ഇത്രയും ഒരു കിലോമീറ്ററുള്ള കാര്യം നമ്മൾക്ക് നോക്കിയാൽ ഈ റോഡ് PMNBC ടാറിങ് ചെയ്തതാണ്. ഇവിടെ നിന്ന് നമ്മുടെ നെല്ലിക്കാലയിലേക്ക് പോകുന്ന റോഡ് PMNBC ടാറിങ് ചെയ്താണ്. നമ്മുടെ തൊട്ടടുത്തുള്ള വെട്ടിപ്പുറ സ്കൂൾ 1.5 കോടിയോ 2 കോടി രൂപ പുതിയ ബ്ലോക്ക് നിർമ്മിച്ചതാണ്. ഇനി നമ്മുടെ ജനറൽ ആശുപത്രി 53 കോടി രൂപയുടേതാണ്. അങ്ങനെയുള്ള വികസനങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഈ 10 വർഷക്കാലത്തിനിടയിൽ ഏറ്റവും അധികം രാഷ്ട്രീയമായിട്ട് വേട്ടയാടപ്പെട്ട ഒരു മന്ത്രി അത് വീണ ജോർജ് ആയിരുന്നു. അപ്പോൾ പ്രതിപക്ഷം ഇത്തവണയും വലിയ ആരോപണങ്ങൾ മന്ത്രിയായിരിക്കെ ഒരുപാട് വീണ ജോർജിനെ വന്നിട്ടുണ്ട്. അപ്പോൾ അതടക്കം പ്രതിപക്ഷം തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുകയാണ്. അത് തിരിച്ചടിയാകും എന്ന് ഭയക്കുന്നുണ്ടോ? ഇപ്പോൾ ചോദിച്ചില്ലേ വേട്ടയാടുകയാണെന്നോ? അത് ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ്. എന്തിനു വേണ്ടി? ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പോലൊരു വികസനം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കാലഘട്ടത്തിൽ? 130 താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിടങ്ങൾ നമ്മുടെ മുന്നിലല്ലേ. ഇപ്പോൾ നോക്കൂ, പത്തനംതിട്ട ജില്ലയിൽ നമുക്കൊന്ന് എടുക്കാം. ജനറൽ ആശുപത്രി, കോഴഞ്ചേരി ആശുപത്രി, അടൂർ ആശുപത്രി, കോന്നി ആശുപത്രി. ഇവിടെ പേര് പറയുന്നത് എന്താ? പുതിയ ബ്ലോക്കാ. റാന്നി ആശുപത്രി പണിയുന്നു. മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായി. തൊട്ടിപ്പുറത്ത് പത്തനംതിട്ടയിൽ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് തുടങ്ങി. സിമറ്റിൻ്റെ നഴ്സിംഗ് കോളേജ് കോന്നി തുടങ്ങി. ചിറ്റാറിലൊരു സിപാസിൻ്റെ നഴ്സിംഗ് കോളേജ് അനുവദിച്ചു. ആറന്മുളയിൽ കെയ്പിൻ്റെ നഴ്സിംഗ് കോളേജ് അനുവദിച്ചു. അപ്പോൾ നമ്മൾ അതുപോലെ ചികിത്സ, ഇപ്പോൾ പകർച്ചവ്യാധി പ്രതിരോധം, നിപ്പയിൽ ഏറ്റവും കുറവ് മരണനിരക്ക് 2023 33%, എൻകഫലൈറ്റിസ് 99%, ആഗോള മരണനിരക്ക് കേരളത്തിൽ 24%. അങ്ങനെയുള്ള വികസനത്തെക്കുറിച്ചുള്ള നേട്ടങ്ങളെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ഈ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ അത് ഇനിയും മുമ്പോട്ടും ഉണ്ടാകും എന്ന് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു പ്രതികരണം എന്താണ്? അല്ല, ഇത് കേരളത്തിലെ പ്രിയപ്പെട്ടവർ, എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള എല്ലാ ആളുകളും തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. ഈ വേട്ടയാടൽ എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്തത്? ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഏതോ കാലത്ത് ഉള്ള സംഭവങ്ങളുടെ പേരിൽ ആ കാലത്ത് മന്ത്രിയല്ലാത്ത എന്നെ ആക്രമിക്കുന്നു. എന്ത് ന്യായമാണ് അതിലുള്ളത്? അല്ലേ? ഒടുവിൽ ചാർത്തപ്പെട്ട പട്ടം നടിയാണെന്നാണ്, ഏറ്റവും നല്ല മികച്ച നടിയാണെന്നുള്ള പട്ടമാണ് കിട്ടിയത്. അങ്ങനെ ഉള്ളവർക്കാണ് അങ്ങനെ അറിയാൻ പറ്റുക. അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ റീത്ത് വെക്കുക. നമ്മൾ വീട്ടിൽ മക്കളും കുടുംബവും ഒക്കെ ആയിട്ട് താമസിക്കുന്നവർക്കൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ കാലത്ത് ഏതോ കാലത്ത് നടന്നതിൻ്റെ പേരിൽ ഈ കാലത്ത് വന്ന് ചെയ്യാണ്. തെരുവിൽ നേരിടുക. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ഇതൊന്നും മാത്രമല്ലല്ലോ, 5 വർഷമായിട്ട് ഏതൊക്കെ തരത്തിൽ ആക്രമിച്ചു. ട്രാപ്പിൽ കൊടുക്കാൻ നോക്കിയില്ലേ? എങ്ങനെ കൈക്കൂലിയുടെ ആണെന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷെ അവിടെയെല്ലാം ഒരു നീതി സത്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീതി സത്യം ഇത്തവണയും ജയിക്കും തീർച്ചയായിട്ടും. മറ്റൊരു കാര്യം, ഇപ്പോൾ വീണ ജോർജ് കുടുംബപരമായിട്ട് ചില കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോൾ ഇത്തവണ മത്സരിക്കേണ്ടതില്ല എന്ന് പങ്കാളി പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഭർത്താവ് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പറഞ്ഞിട്ടില്ല, അത് ഇവിടെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള എന്ന് വെച്ചാൽ ഇത്രയും ഒരാൾ ആക്രമിക്കപ്പെടുകയല്ലേ. ചില മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും, ചില മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ മാത്രം കൊടുക്കുന്നു. എനിക്കതേ ഒരു ഡെസ്ക് ഉണ്ടെന്ന് ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ പറഞ്ഞു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ആൾക്കെതിരെ ഒരു ഡെസ്ക് പ്രവർത്തിച്ചതായിട്ട് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അങ്ങനെ സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആണല്ലോ പറഞ്ഞത്. വരട്ടെ. അപ്പോൾ അപ്പോൾ കള്ള വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെസ്ക് പ്രവർത്തിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ തരത്തിലുള്ള ആക്രമണം അതൊരു വേട്ടയാടലാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. വികസനം പറഞ്ഞായിരിക്കുമോ ഇത്തവണയും ജനവിധി തേടുക? വികസനത്തിനപ്പുറത്തേക്ക് പറയാൻ ജനങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് പറഞ്ഞത്? വികസനത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ നേരിടണമല്ലോ. അപ്പോൾ അത് ജനങ്ങൾ എന്തായിരിക്കും പറയുക? രാഷ്ട്രീയ പ്രചരണം. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണല്ലോ. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ശരിപക്ഷത്തും ജനപക്ഷത്തുമാണ് നിലപാട്. അത് സാമൂഹ്യക്ഷേമമാണെങ്കിലും വികസനമാണെങ്കിലും നിലപാടുകളാണെങ്കിലും മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതിലാണെങ്കിലും. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും
വർഗീയ കലാപങ്ങൾ ഇല്ലാത്ത ഒരു 10 വർഷം ഉണ്ടായിട്ടില്ല വർഗീയ കലാപം. അതുപോലെ ക്രമസമാധാന പാലനം ഏറ്റവും ഇന്ത്യയിൽ മികച്ച നിലയിൽ നിലനിൽക്കുന്നത്. എല്ലാവിധ ആശംസകളും. അതെ, താങ്ക് യു. അപ്പോൾ മന്ത്രി വീണ ജോർജ് 3ാം തവണയും ജനവിധി തേടുകയാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് ആറന്മുളയിൽ 3ാം തവണയും വീണ ജോർജ് മത്സരിക്കാൻ ഇറങ്ങുന്നത്. സഞ്ജയ് ഇക്ബാലും ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.